നമുക്കിപ്പം പി ആർ സുനിലുണ്ട്. പി ആർ സുനിൽ, ഗുഡ് ഈവനിങ്. പി ആർ സുനിൽ, അങ്ങനെ ജി സുധാകരൻ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം സ്വയം പുറത്തു പോയിരിക്കുന്നു, സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കും. കൈ തുണയ്ക്കുമോ എന്നതാണ് ചോദ്യം. UDF ഉറപ്പായും സുധാകരനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഗോൾഡൻ ചാൻസാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസിന് വീണ് കിട്ടിയ വലിയൊരു തുറുപ്പ് ചീട്ടായി ഈ സുധാകരൻ എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോക്കും അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വമൊക്കെ തന്നെ കോൺഗ്രസും UDFും ഒക്കെ ആഘോഷിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ പ്രകടമാണ്. ഇന്ന് ജി സുധാകരൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ആദ്യത്തെ പ്രതികരണം വരുന്നത് രമേശ് ചെന്നിത്തലയിൽ നിന്നാണ്. തൊട്ട് പിന്നാലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം വരുന്നു. അപ്പോൾ നമുക്ക് വളരെ കൃത്യമാണ്, ഇത് വളരെ കൃത്യമായി തന്നെ നിശ്ചയിച്ച പോലെയുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഏതായാലും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പാർട്ടി അദ്ദേഹത്തെ അവഗണിച്ചു, പാർട്ടിയിൽ നിന്ന് ഒരുപാട് അപമാനം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ അദ്ദേഹം സ്വയം തീരുമാനിച്ചതാണ്. അതേസമയം പാർട്ടിയുടെ ആശയങ്ങളോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല, പാർട്ടിയുടെ വികസന നയങ്ങളോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല. പാർട്ടിയെ അദ്ദേഹം ഇപ്പോഴും വലിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയധാരയായി അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോഴും ചില വ്യക്തികളോടുള്ള അദ്ദേഹത്തിൻ്റെ വിരോധമാണ് പ്രധാന കാരണമായി ജി സുധാകരൻ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. മാത്രമല്ല, പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി അത് തള്ളിക്കൊണ്ട് ജി സുധാകരൻ സ്വയം സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നു. ഉറപ്പായും UDF എടുക്കാൻ പോകുന്ന തീരുമാനം എന്നത് ജി സുധാകരന് പിന്തുണ നൽകുക എന്ന് തന്നെയാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ UDFും കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിക്കും. അങ്ങനെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ്. ജി സുധാകരനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയ കാലത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, MLA ആകണം, നിയമസഭയിലെത്തണം എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. മുൻപ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുൻപ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ജി സുധാകരൻ്റെ പേര് ഉൾപ്പെടുത്തിയപ്പോൾ ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് തൻ്റെ പേര് ഒഴിവാക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ട നേതാവാണ് ജി സുധാകരൻ. കാരണം അന്ന് പാർട്ടിയിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കൾ പാർട്ടിയുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് ഒരു തീരുമാനം അന്ന് പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ട് തന്നെ ജി സുധാകരൻ എടുത്ത നിലപാട് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നതാണ്. കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച് നിയമസഭയിലെത്തുക, മന്ത്രിയാവുക, അങ്ങനെ പ്രവർത്തിക്കുക എന്നൊരാഗ്രഹം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ 2021 ജി സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം CPIM എടുക്കുകയാണ്. പക്ഷേ അത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അന്ന് CPIMലെ ഒരു തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നത്. പുതുമുഖങ്ങളായ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കുന്നു. ജി സുധാകരനെ മാത്രമല്ലല്ലോ, തോമസ് ഐസക്കിനെ മാറ്റി നിർത്തി, AK ബാലനെ മാറ്റി നിർത്തി, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കളെ മാറ്റി നിർത്തി. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ച് അത് വലിയൊരു പ്രഹരമായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ് അതിനെ കണ്ടത്. 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ ഒരു തീരുമാനത്തിൽ മാറ്റം വരാൻ പോകുന്നു. വിജയമാണ് പ്രധാനം എന്ന് കണക്കാക്കിക്കൊണ്ട് മുതിർന്ന നേതാക്കളെയൊക്കെ മത്സരിപ്പിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൽ ജി സുധാകരൻ വലിയ പ്രതീക്ഷയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുമെന്നൊക്കെ. പക്ഷേ പാർട്ടിയിൽ അങ്ങനെ ഒരു പരിഗണന വരുന്നില്ല എന്ന് ഉറപ്പായതോടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനും അംഗത്വം പുതുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോകാനുമുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ സുധാകരൻ നേരത്തെ തന്നെ നിശ്ചയിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്നതിലൊക്കെ തന്നെ പാർട്ടി ഘടകങ്ങളിൽ ജില്ലാ കമ്മിറ്റിയിലായാലും സംസ്ഥാന തലത്തിലായാലും ഒക്കെ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ജി സുധാകരൻ
വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അത് അദ്ദേഹത്തിന് തന്നെ ബോധമുണ്ടാകേണ്ടതാണ്. ആലപ്പുഴ എന്ന് പറയുന്ന ജില്ല നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ വളർച്ചയ്ക്ക് ജീവനും ശ്വാസവും നീരും ചോരയും ഒക്കെ നൽകിയ ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. പി കൃഷ്ണപിള്ളയുടെ നാടാണ്. VS അച്യുതാനന്ദനെ പോലെ ഒരാൾ അവിടെ പാർട്ടിയെ സംഘടിപ്പിക്കാൻ, പാർട്ടിയെ വളർത്താൻ നടത്തിയിട്ടുള്ള ത്യാഗങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ VSൻ്റെയൊക്കെ ഒരു പിൻഗാമിയായിട്ടാണ് G. സുധാകരനൊക്കെ തന്നെ ആലപ്പുഴയിൽ പിന്നീട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ല G. സുധാകരൻ എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് സമരം നടത്തി ജയിലിൽ പോയ നേതാവാണ്. ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള നേതാവൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ശരിയാണോ എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംഘടനാപരമായി എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഒരു രീതിയൊക്കെയുണ്ട്. അതൊരു കേഡർ പാർട്ടിയാണ്. അപ്പോൾ കേഡർ പാർട്ടിയിൽ പരസ്യമായി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ അത് CPIM അംഗീകരിക്കണമെന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ H. സലാമിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞുപോയി എന്നതാണ് G. സുധാകരനെതിരെയുള്ള ഒരു പാർട്ടിയുടെ താക്കീതിനൊക്കെ തന്നെ കാരണമായത്. അതാണ് അദ്ദേഹത്തെ കൂടുതൽ ചൊടിപ്പിച്ചത്, അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത്, ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പിന്നീട് പോകാനുള്ള ഒരു കാരണത്തിലേക്കൊക്കെ തന്നെ നയിച്ചത് എന്നാണ് അദ്ദേഹം തന്നെ വിലയിരുത്തുന്നത്, അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴെടുക്കുന്ന ഈ നിലപാട് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഒത്തുചേരുന്നതാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും G. സുധാകരൻ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായി പോവുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെയും CPM-നെയും പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല എന്ന കാര്യം UDF-ന് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഈ UDF-നെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലിയ ശക്തമായ പോരാട്ടമായിരിക്കും, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സുനിൽ കനകോൽ തന്നെ അടിവരയിട്ട് പറയുന്നതാണ്. ശബരിമല ഏതാണ്ട് തീർന്നുപോയി, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഏതാണ്ട് തീർന്നുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള PRD പരസ്യവുമായി ബന്ധപ്പെട്ട വിവാദവും ഇപ്പോൾ ഹൈക്കോടതിയിൽ വലിയ പിന്തുണ കിട്ടാത്ത സാഹചര്യമാണ്. മറ്റ് ഒരുപാട് കേസുകൾ UDF-ഉം കോൺഗ്രസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സർവേയുടെ കാര്യത്തിലായിക്കോട്ടെ, മെസ്സേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഉയർത്തിക്കൊണ്ടുവന്ന കേസുകളെല്ലാം കോടതി തള്ളിയ സാഹചര്യമാണ്. കോടതിയിൽ നിന്നൊക്കെ തന്നെ വലിയ പ്രഹരമാണ് UDF-നും കോൺഗ്രസിനും ഒക്കെ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വിള്ളലുകൾ ഉണ്ടാകണം, എതിർ ശബ്ദങ്ങൾ ഉണ്ടാകണം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ LDF പരാജയപ്പെടുകയാണെങ്കിൽ അത് ഇടത് മനസ്സുള്ള ആളുകൾ മാറി ചിന്തിച്ചതുകൊണ്ടാകും ആകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അങ്ങനെയൊരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ UDF-ന് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നത് UDF-ന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ സുധാകരൻ എന്ന് പറയുന്നത് ഇത്തവണ UDF-ൻ്റെ വലിയ ആയുധമാണ്. ആ ആയുധം ഉയർത്തിപ്പിടിച്ച് തന്നെയായിരിക്കും CPM-നകത്ത് കലാപമാണ്, LDF-നകത്ത് കലാപമാണ് എന്ന പ്രചരണം കേരളത്തിൽ UDF ഉയർത്താൻ പോകുന്നത്. അതിന് സുധാകരൻ ഒരു കാരണമാകുന്നു എന്നാണ്. അപ്പോൾ താൻ വിശ്വസിച്ച പാർട്ടിക്കെതിരെ തന്നെ സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ തിരിയുകയാണ്. അങ്ങനെ ആ പാർട്ടിയെ തകർക്കാൻ തന്നെ കോൺഗ്രസിനൊരു ആയുധമാക്കാൻ വിട്ടുകൊടുക്കുകയാണ് സുധാകരൻ എന്ന് ഞാൻ പറയും. Meet the editors.